ഹായ് ഹലോ നമസ്കാരം, സുനോജ് കുര്യനാണ്. ഞങ്ങളെല്ലാവരും കൂടെ നോർവേ ഓഫ് അറേബ്യയിലേക്കുള്ള ഒരു യാത്രയിലാണ്. നോർവേ ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? വേറെ സ്ഥലമൊന്നുമല്ല, നമ്മുടെ മുസണ്ടം, ഒമാനിലെ മുസണ്ടത്തിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. By the way, we are in Ras Al Khaimah and we are near to Oman's border. രാവിലെ ഏകദേശം 6:30 ഞങ്ങൾ അലൈനിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ഞങ്ങളുടെ യാത്ര റാസ് അൽ ഖൈമയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മുസണ്ടത്തിലെ കാഴ്ചകൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര അങ്ങനെ ഏകദേശം 250 കിലോമീറ്ററോളം പിന്നിട്ട് റാസ് അൽ ഖൈമയിലെ അൽജീർ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞ് ഗ്രാമത്തിലെത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്നും ഇനി ഏതാനും കിലോമീറ്ററുകൾ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിലെത്താം. ഈ ഒരു അൽജീർ ഗ്രാമത്തിലെ റോഡുകളൊക്കെ കണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെ 2-വേ റോഡുകളാണ് ഇതൊക്കെ. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് 4-5 ലൈനുകളൊക്കെയുള്ള വലിയ ഹൈവേ റോഡുകളിലൂടെ 120-140 km/h വേഗതയിൽ വാഹനം ഓടിച്ചാണ് ഈ ഒരു കൊച്ചു ഗ്രാമം വരെ എത്തിപ്പെട്ടത്. ഈ ഒരു ഗ്രാമത്തിലെത്തി ഇവിടുത്തെ റോഡും കടകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു മനോഹരമായ ഗ്രാമത്തിലെത്തിയ പോലെയാണ് തോന്നുന്നത്. നമ്മളുടെ നേരെ കാണുന്ന ഈ ഒരു മലനിരകൾ കണ്ടോ? UAE തന്നെ ഏറ്റവും വലിയ മലനിരകളായ ജബൽ ജയ്സ് മൗണ്ടന്റെ ഭാഗങ്ങളാണത്. ഹജ്ജാർ മലനിരകൾ എന്നാണ് ഈ മലനിരകൾ ശരിക്കും അറിയപ്പെടുന്നത്. UAEയും ഒമാനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മലനിരകളാണിത്. അൽദറ ബോർഡർ പോർട്ട് എന്നാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ട ഈ ഒരു ബോർഡറിന്റെ പേര്. ശരിക്കും മുസണ്ടം സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ ഭാഗമാണെങ്കിലും UAEയിലെ റാസ് അൽ ഖൈമയിലുള്ള ഈ ഒരു അൽദറ ബോർഡർ പോർട്ട് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് റോഡ് മാർഗം മുസണ്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഒമാന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മുസണ്ടത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന് ഇവിടെ എത്താം, ഇവിടെ ഒരു ചെറിയ എയർപോർട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കടൽ മാർഗം ഇവിടെ എത്തണം. മസ്കറ്റിൽ നിന്നും സോഹാറിൽ നിന്നുമൊക്കെ നമുക്ക് നമ്മുടെ വാഹനം കയറ്റിക്കൊണ്ട് വരാനുള്ള ജങ്കാർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ അങ്ങനെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേനും നമുക്കൊരു ഫോറസ്റ്റ് റോഡിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ബോർഡറിലെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോസ് കാണാം. അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യലി ഒമാനിൽ എത്തി. അങ്ങനെ നമ്മൾ ഒമാനിൽ കയറി. ഇപ്പം നമ്മൾ മുസണ്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും ഈ ഒരു ബോർഡർ ക്രോസിംഗ് പ്രൊസീജിയർ ഏകദേശം 1 മണിക്കൂറോളം എടുത്തു. നമ്മുടെ UAEയുടെ ബോർഡർ ക്രോസിങ്ങിന് അവിടെ നമ്മുടെ ഇമിഗ്രേഷനിൽ നമ്മൾ ഏകദേശം ഒരാൾക്ക് 30 ദിർഹംസ് 50 പിൽസ് വെച്ച് അടക്കേണ്ടതായിട്ട് വന്നു. എക്സിറ്റ് ചാർജായിട്ട് അടക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ 5 പേര് പോകുന്നപ്പോഴത്തേനും 152 ദിർഹംസ് 50 പിൽസായി നമുക്ക് 5 പേർക്ക് എക്സിറ്റ് ചാർജ്. അതിനുശേഷം നമ്മൾ നേരെ ഒമാൻ്റെ ബോർഡറിൽ വന്നു. ഒമാൻ്റെ ബോർഡർ നമ്മൾ ഒമാനിലേക്ക് കയറുന്നതിന് നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തു. അത് 3 ദിവസത്തേനുള്ള ഇൻഷുറൻസാണ് നമ്മൾ എടുത്തത്. മിനിമം 3 ദിവസത്തേനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. അത് ഒമാനി റിയാൽ 11 റിയാൽ 50 ഫിൽസ് അത്ര ആയിട്ടുണ്ട്. അതായത് ഏകദേശം 110 ദിർഹംസോളം നമുക്കായി വണ്ടിയുടെ ഇൻഷുറൻസിന്. പിന്നെ വന്നിട്ട് നമുക്ക് എൻട്രി ചാർജായിട്ട് നമ്മളോട് പ്രത്യേകിച്ച് പൈസയൊന്നും മേടിച്ചില്ല ഇവിടെ. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ചാർജൊന്നും ഇല്ലായിരിക്കും. ഇപ്പോൾ അതോ നമുക്ക് എല്ലാവർക്കും ഗോൾഡൻ വിസ ആയതുകൊണ്ടാണോ എന്താണ് അതിൻ്റെ കാര്യം അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ഒമാൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത് ഇപ്പം നമ്മൾ ഒമാനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഒമാൻ ക്രോസിംഗ് ആണ്. നമ്മുടെ ആദ്യത്തെ ബോർഡർ ക്രോസിംഗ് ആണ്. നമ്മൾ വണ്ടി ഓടിച്ച് ഒമാനിലോട്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു യാത്രയാണത്. നമ്മൾ ബോർഡറിലെ പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞ് ബോർഡർ ക്രോസ് ചെയ്ത് നേരെ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ആദ്യത്തെ പാർക്കിങ്ങിൽ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തതായിരുന്നു. അവിടുന്ന് വണ്ടി എടുത്ത് നമ്മുടെ യാത്ര ഇനി മുന്നോട്ട് തുടരുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 45 മിനിറ്റോളം എടുക്കും നമ്മൾ കസബിലെത്താൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള ഈ ഒരു ഡ്രൈവ് നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് കിട്ടുന്നത്. നമ്മളുടെ ഒരു സൈഡിൽ ഹജാർ മൗണ്ടൻസും അതുപോലെ തന്നെ നമ്മുടെ മറ്റു സൈഡിൽ കടലും. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര അങ്ങ് തുടരാം. ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ബോർഡറിലെ പ്രൊസീജിയറിനെ പറ്റി പറയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ബോർഡർ പോർട്ടിന്റെ ഓഫീസിലും പരിസര പ്രദേശങ്ങളിലും ക്യാമറയോ മൊബൈലോ ഒന്നും ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. നമ്മൾ ബോർഡറിലെ ഇമിഗ്രേഷൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും അതുപോലെ നമ്മളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കാർഡും എടുത്ത് വണ്ടിക്കുള്ളിലുള്ള എല്ലാവരും ഇറങ്ങി ഇമിഗ്രേഷൻ ഓഫീസിനുള്ളിൽ വരണം. ഇവിടെ നമ്മളുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കാർഡും സബ്മിറ്റ് ചെയ്യണം. നമ്മളുടെ പാസ്പോർട്ടിന് മിനിമം 90 ഡേയ്സ് എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളുടെ വാഹനത്തിന് ബാങ്ക് ലോൺ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അവർ നമ്മൾക്ക് ബോർഡർ ക്രോസ് ചെയ്യാനുള്ള പെർമിഷൻ തരത്തില്ല.
അങ്ങനെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ വെരിഫൈ ചെയ്ത് നമ്മൾ സാധാരണ എയർപോർട്ടിലൊക്കെയുള്ള ഇമിഗ്രേഷൻ ചെയ്യുന്ന പോലെ അവർ എക്സിറ്റ് സ്റ്റാമ്പ് അടിക്കും. അങ്ങനെ എക്സിറ്റ് സ്റ്റാമ്പ് അടിക്കുന്നതിന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരാൾക്ക് 30 ദിർഹംസ് 50 പിൽസ് വെച്ച് നമ്മൾ കൊടുക്കണം. അങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചതിന് ശേഷം അവർ നമുക്കൊരു സ്ലിപ്പ് തരും. ഇമിഗ്രേഷനിൽ നിന്നും നമുക്ക് തരുന്ന ഈ ഒരു റെസിപ്റ്റ് ഗേറ്റ് കടത്തി വിടുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ വാങ്ങിവെക്കും. ഈ ഒരു ഗേറ്റ് കടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാഹനത്തിന്റെ വിൻഡോ ഗ്ലാസുകളെല്ലാം പൂർണ്ണമായും താഴ്ന്നിരിക്കണം എന്നതാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മുടെ വിൻഡോയ്ക്കുള്ളിലൂടെ നമ്മുടെ വാഹനത്തിനകത്ത് ഒക്കെ ഒന്ന് പരിശോധിക്കും. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഡിക്കിയും ഒക്കെ തുറന്നു കാണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ UAE ബോർഡർ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തെത്തി കഴിയുമ്പോഴത്തേനും നേരെ ഒമാന്റെ ബോർഡറിലെത്തും. ഇവിടെ നമ്മൾ വീണ്ടും വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നമ്മളുടെ പാസ്പോർട്ടും അതുപോലെ എമിറേറ്റ്സ് ഐഡിയും വണ്ടിയുടെ രജിസ്ട്രേഷനും കാർഡും എല്ലാം എടുത്ത് ഇമിഗ്രേഷൻ ഓഫീസിന്റെ ഉള്ളിൽ പോകണം. നമ്മളുടെ കൂടെയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഉള്ളിൽ ചെല്ലണം. ഈ ഒരു ഓഫീസിന്റെ സൈഡിൽ നിന്നുമാണ് നമുക്ക് നമ്മുടെ വാഹനത്തിന് വേണ്ട ഇൻഷുറൻസ് എടുക്കേണ്ടത്. നമ്മളുടെ വാഹനത്തിന് ഒമാന്റെ ഇൻഷുറൻസ് കവറേജ് ഇല്ല എങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ഒമാൻ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏകദേശം 110 ദിർഹംസ് കൊടുത്താലാണ് നമുക്ക് നമ്മുടെ വാഹനത്തിന് വേണ്ടിയിട്ട് മിനിമം 3 ദിവസത്തേക്കുള്ള ഒമാൻ ഇൻഷുറൻസ് എടുക്കുന്നത്. അങ്ങനെ വണ്ടിയുടെ ഇൻഷുറൻസും എടുത്ത് നമ്മളുടെ പാസ്പോർട്ടും അതുപോലെ എമിറേറ്റ്സ് ഐഡിയും വണ്ടിയുടെ രജിസ്ട്രേഷൻ കാർഡും ഒക്കെ ആയിട്ട് ഒമാന്റെ ഇമിഗ്രേഷൻ ഓഫീസിലെത്തണം. നമ്മുടെ വണ്ടിക്കുള്ളിലുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഇവിടെ എത്തണം. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ എത്തിക്കഴിയുമ്പോൾ അവർ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം എൻട്രി സ്റ്റാമ്പ് കിട്ടും. എൻട്രി സ്റ്റാമ്പ് അടിച്ചിട്ട് നമുക്ക് അവിടെ നിന്നും ഒരു സ്ലിപ്പ് തരും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വണ്ടി എടുത്ത് നേരെ ഗേറ്റ് ക്രോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഗേറ്റ് കടക്കുമ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നും കിട്ടിയ ആ ഒരു സ്ലിപ്പ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം. നമ്മൾ മുന്നേ UAE ഗേറ്റ് കടന്നപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ഗ്ലാസുകളെല്ലാം താത്തി വയ്ക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഒമാന്റെ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴും നമ്മുടെ വാഹനത്തിന്റെ വിൻഡോ ഗ്ലാസുകളെല്ലാം താത്തി വെച്ചിട്ട് വേണം വരാൻ. അതുപോലെ അവർ നമ്മുടെ ഡിക്കിയൊക്കെ തുറന്ന് പരിശോധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഗേറ്റ് കടന്നപ്പോൾ ഒമാനിലെ ഉദ്യോഗസ്ഥർ എൻ്റെ ക്യാമറയെല്ലാം കണ്ടപ്പോഴത്തേനും അവർ ചോദിച്ച ഒരു കാര്യമാണ് എൻ്റെ കയ്യിൽ ഡ്രോൺ ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മുടെ മുസണ്ടത്തിൽ ഡ്രോൺ അനുവദനീയമല്ല. അപ്പൊ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ബോർഡറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. നമ്മളുടെ മുന്നിൽ ഈ കാണുന്ന വൈറ്റും റെഡും കളർ അടിച്ചിരിക്കുന്ന പൈപ്പുകൾ ശ്രദ്ധിച്ചോ? ഇത് എന്തിനാണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ പോകുന്ന ഈ ഏരിയയിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ ഈ റോഡിൽ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഈ റെഡ് കളറിന്റെ ലെവൽ വരെ വെള്ളമുണ്ടെങ്കിൽ നമ്മളുടെ വാഹനങ്ങൾ ഇവിടുത്തെ വെള്ളത്തിലേക്ക് ഇറക്കരുത് എന്ന് പറയുന്നതിനുള്ള വാണിങ്ങുകളാണിത്. കാരണം ഈ റെഡ് കളർ വരെ വെള്ളമുണ്ടെങ്കിൽ നമ്മളുടെ വാഹനം വെള്ളത്തിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളീ പോകുന്ന വഴിക്ക് മലയുടെ താഴ്വാരങ്ങളിൽ നമ്മളിപ്പോൾ കണ്ട പോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം. അതുപോലെ നമുക്ക് ബീച്ചുകളും കാണാം. ഈ ബീച്ചുകളിലൊക്കെ ആളുകൾ ടെന്റ് അടിച്ചും അതുപോലെ ക്യാമ്പിംഗ് കാരവാനുകളൊക്കെ ഉപയോഗിച്ച് ക്യാമ്പ് ചെയ്യുന്നതും മീൻ പിടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അതിരാവിലെ സൂര്യോദയത്തിന്റെ സമയം നോക്കി നമ്മൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു മാസ്മരിക സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുവാൻ സാധിക്കും. നമ്മൾ അങ്ങനെ മലയിറങ്ങി താഴെ വന്നു. ഇത് കണ്ടോ, 2 സൈഡിലും മല, അതിനിടയ്ക്ക് കടൽ നമുക്ക് കാണാം. ഇങ്ങനെ മലയിറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു നശിച്ചു പോയ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ആ വീടുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. മുന്നേ ഇവിടെ ആൾത്താമസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരിക്കണം. കണ്ടോ, ഒരു വീട് കല്ലും മണ്ണും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു വീടാണ്, നശിച്ച് കിടക്കുന്ന ഒരു വീടാണ്. എഡുവിൻ ഓടിപ്പോയി ആ വീട്ടിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതിക്രമിച്ച് കയറിയാൽ പോലീസ് പിടിക്കും. എഡുവിനെ അതിക്രമിച്ച് കയറിയാൽ തന്നെ പോലീസ് പിടിക്കുമെന്ന്. അല്ല, മീൻ പിടിക്കുന്ന സാധനമാടാ ഇത്. ഇതെന്നാണെന്നറിയോ,
മീൻ പിടിക്കുന്ന കൂടായത്. ആ സാധനം മീൻ പിടിക്കുന്നതാണ്. ഇത് പഴയ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന കല്ലും മണ്ണും ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു വീട് നമുക്കിങ്ങനെ ഇവിടെ കാണാം. ഉണ്ടോ? എഡ്വിൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ കൂടെ വരുന്നുണ്ട് ഇവിടെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്കൊരു ബോട്ട് കാണാം. ബോട്ടെ ചാടി കയറാൻ പോകാനോടാ? കണ്ടോ? അത് ആണി വല്ലതും കൊള്ളുവായിരിക്കും, കയറണ്ട. ഇങ്ങനെ ഒരു പഴയ ബോട്ടാണ് കേട്ടോ. കണ്ടോ ആട്ടുമാമയെ കണ്ടോ? ഇതൊരു ആടൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. കണ്ടോ? ഇല്ല, ഇവിടുത്തെ മനുഷ്യന്മാരുണ്ടാവും. ഇത് കണ്ടോ, ഇഷ്ടംപോലെ ആട് നടക്കുന്നുണ്ടോ? പൊക്കോ, പോയി പിടിച്ചോ. കുറേ ആടുണ്ട്. ആട് ഇടിക്കൂടാ, തൊട്ട് നോക്കിക്കോ. അവരെല്ലാം ഓടിപ്പോവല്ലേ, നമ്മളെ കണ്ടണ്ട് അവരെല്ലാം ഓടിപ്പോവുക. കണ്ട ഇവിടെ ഒരു കുഴി. എന്നാ കുഴിയാ അത്? കിണറാണോ? അയ്യോ, വലിയ കുഴിയാണോ? അല്ലല്ലേ, തീയോ ഒക്കെ ഇടുന്ന ഒരു കുഴിയായത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളാണല്ലേ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേനും. എൻ്റെ എഡ്വിൻ ആടിനെ പോലെ കരഞ്ഞുകൊണ്ട് ആടിൻ്റെ പുറകെ പോവാണ്. ഇത് കണ്ടോ, പഴയ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോ? പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന തടി കൊണ്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടോ? നമ്മുടെ യാത്ര കസബ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ സമയം ഉച്ചയായി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു സിറ്റി ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെയെല്ലാം ഭയങ്കര ശാന്തമാണ്. നമുക്ക് ടൗണിലൊന്നും അങ്ങനെ വലിയ ആൾക്കാരെ ഒന്നും കാണുവാൻ കിട്ടുന്നില്ല. ഈ ഒരു ടൗണിലെ കെട്ടിടങ്ങളൊക്കെ തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. നമുക്ക് അതുപോലെ അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങളൊന്നും കാണുവാൻ കിട്ടുന്നുമില്ല. നമുക്കങ്ങനെ കുറച്ചു ദൂരം കറങ്ങി ടൗണിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ കസബ് ടൗണിലുള്ള എല്ലാ കടകൾക്കും ഇംഗ്ലീഷിലുള്ള നെയിം ബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലും ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ കൊടുത്തിരിക്കുന്നതിനുള്ള കാരണം. നമ്മുടെ മുന്നില് അങ്ങ് ദൂരെയായി ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? ആ കാണുന്നതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഈ എയർപോർട്ട് ശരിക്കും മിലിറ്ററിയാണ് കൺട്രോൾ ചെയ്യുന്നത്. വളരെ ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ ഒരു കസബ് ടൗണിൽ കാണുവാൻ കിട്ടുന്നത്. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തെങ്കിലും നമ്മൾ വളരെ ചുരുക്കം മനുഷ്യന്മാരെ മാത്രമേ ഇതുവരെ പുറത്ത് കണ്ടിട്ടുള്ളൂ. നമ്മളത് കസബ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ധാരാളം മലയാളികളൊക്കെ ഈ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ കൂടാതെ ഇവിടെ ഒരു ഇന്ത്യൻ സ്കൂളൊക്കെ ഉണ്ട്. ഇന്ത്യൻ സ്കൂളിൽ ഏതാണ്ട് 7ാം ക്ലാസ് വരെയാണ് നമുക്ക് പിള്ളേരെ പഠിപ്പിക്കുവാൻ സാധിക്കുന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഇവിടുത്തെ ലോക്കൽസിന്റെ എല്ലാവരുടെയും വീടുകളിൽ ആടിനെ വളർത്തുന്നുണ്ട്. നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ധാരാളം ആടുകൾ മേഞ്ഞു നടക്കുന്നത് കാണുവാൻ സാധിക്കും. നമ്മളിപ്പോ ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറെ പഴയ വീടുകളും അതുപോലെ ഈത്തപ്പന തോട്ടങ്ങളും ഒക്കെ കാണാം. ഈ കസബിലെ ലോക്കൽസിൽ ഭൂരിഭാഗവും ഇപ്പോഴും കടലിൽ പോയി മീൻ പിടിച്ചാണ് ജീവിക്കുന്നത്. വളരെ കുറച്ച് ശതമാനം ആൾക്കാർ സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ലോക്കൽ സ്ത്രീകൾ വസ്ത്രങ്ങൾ നെയ്യുകയും കൂടാതെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഈ കസബിലെ ഒരു മ്യൂസിയമാണ്. കസബ് കാസ്റ്റൽ ഫോർട്ട് എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര്. നമ്മൾ ഈ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറിയില്ല, പുറത്തുനിന്നും ജസ്റ്റ് കണ്ടിട്ട് പോരുകയാണ് ചെയ്തത്. കസബ് ടൗൺ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു മല കയറുന്നതിനാണ്. കോറൽ നജ് വ്യൂ പോയിന്റ് എന്നാണ് ഈ ഒരു മലയുടെ പേര്. നമ്മൾ കാണുന്നത് പോലെ ഈ റോഡ് അങ്ങ് മേള് വരെ ഓഫ് റോഡാണ്. താഴെ നിന്നും ഈ റോഡ് കണ്ടപ്പോൾ നമുക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, നമ്മുടെ വണ്ടി ഈ റോഡിലൂടെ ഒക്കെ കയറി പോകുമെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രാജീവായിയെ വിളിച്ച് ഒന്നുകൂടെ ഒന്ന് സംശയം ചോദിച്ചു, നമ്മുടെ വണ്ടി ഈ വഴിയൊക്കെ കയറുമോ, അതോ 4 വീലർ വണ്ടി ഉണ്ടെങ്കിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം രാജീവായി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് മേള് വരെ ഈ ഒരു മലയുടെ മേള് വരെ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടുന്ന് വീണ്ടും താഴോട്ട് ഇതുപോലെ മൺ റോഡുണ്ട്, അങ്ങോട്ട് ഇറങ്ങാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങ് താഴെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് കയറി പോരുന്നതിന് 4 വീലർ വണ്ടി ആവശ്യമായി വരും. നമ്മുടെ വണ്ടി 4 വീലർ അല്ലാത്തത് കൊണ്ട് ഈ ഒരു മലയുടെ മേള് വരെ ചെന്നിട്ട് അവിടുത്തെ വ്യൂ പോയിന്റ് കണ്ട് തിരിച്ചിറങ്ങാനാണ് നമ്മളോട് രാജീവ് ഭായി പറഞ്ഞത്.
അപ്പോൾ രാജീഭായി ആരാന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ രാജീഭായിയെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രൈവ് താഴെ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. നമ്മൾ ലോ ഗിയറൊക്കെ ഇട്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ ഓടിച്ച് കയറി പോകുന്നത്. നമ്മൾ കയറി പോരുമ്പോഴെല്ലാം 4 വീൽ വാഹനങ്ങളാണ് കൂടുതലും ഇതുവഴി കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ രസമുള്ള ഒരു കാഴ്ചയാണ് നമ്മളിതിങ്ങനെ കയറി പോകുമ്പോഴത്തേനും കാണുവാൻ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ദേ വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ കണ്ടോ? മണ്ണ് റോഡ് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്നത് കാണാൻ നല്ല രസമില്ലേ? ഇതിൻ്റെ താഴെ ഒരു ചെറിയ വില്ലേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും ഏതാണ്ട് 4-5 കിലോമീറ്ററും കൂടെ താഴോട്ട് പോയാലാണ് നമുക്ക് ഏറ്റവും ബേസിൽ എത്താൻ പറ്റുന്നത്. ഇവിടെ നിന്നും കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. കോറൽ നജിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മലയിറങ്ങി നേരെ ബസ ബീച്ച് പാർക്കിലേക്കാണ് പോകുന്നത്. ഇത് ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ബീച്ച് പാർക്കാണ്. ഇതിന്റെ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മറ്റേ സൈഡിൽ നമുക്ക് ടെന്റ് ഉപയോഗിച്ചോ ക്യാമ്പിംഗ് കാരവാനുകളൊക്കെ ഉപയോഗിച്ചോ ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ധാരാളം കടൽ പക്ഷികളെയൊക്കെ കാണുവാൻ സാധിക്കും. ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു ബീച്ചിലെ തിരകളെല്ലാം ഭയങ്കര ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിലോട്ട് അധികം ദൂരത്തിൽ ഇറങ്ങിയില്ല. ജസ്റ്റ് ബീച്ചിന്റെ ഒരു സൈഡിൽ നിന്ന് പിള്ളേർ കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചിട്ട് നമ്മൾ കരയിലേക്ക് കയറി പോരുകയാണ് ചെയ്തത്. നമ്മൾ അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അറബിക് സ്റ്റൈൽ മജ്ലിസിലുള്ള ഭക്ഷണം കഴിക്കുന്ന അപ്പോഴത്തെ ഇവന്മാർ കിടന്ന് ഭയങ്കര അക്രമവും കുരുത്തക്കേടും എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഫിഷ് മേടിച്ചുകൊണ്ട് കൊടുത്തു. ഒരു ഫ്രഷ് ഫിഷ് നമുക്ക് കിട്ടി. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ഇവർ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. ഏകദേശം അരമണിക്കൂർ സമയം എടുക്കും ഈ സാധനം ഗ്രില്ല് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇവന്മാർ എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ മുസണ്ടൻ യാത്രയുടെ 2ാമത്തെ ദിവസമാണ് പറയടാ. അപ്പം നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്നാണ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ബോട്ടിൽ കടലിലൂടെ പോയിട്ട് ഡോൾഫിനെയൊക്കെ കാണുന്ന പരിപാടിയാണ്. ശരിക്കും ഈ ഒരു മുസണ്ടം യാത്രയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും മുസണ്ടത്തിൽ വരുന്ന എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2ാം ദിവസമായ ഇന്നാണ് ഈ ഒരു ബോട്ട് ട്രിപ്പിന് പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെൻറ്റ്. ഇത് ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല വൃത്തിയും മെനയൊക്കെയുള്ള നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇതിന് ഇങ്ങനെ ഒരു ചെറിയ കിച്ചണൊക്കെ ഉണ്ട്. നമ്മൾ പാത്രങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ചെറിയൊരു ഡൈനിങ് റൂം. അതുകൂടാണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല ബെഡൊക്കെയാണ്.
പിന്നെ ബെഡ്റൂമിൻ്റെ സൈഡിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ വെളിയിൽ നോക്കിയാൽ ഒരു സൈഡിൽ നമ്മൾ കാണുന്നത്, അങ്ങ് ദൂരെ കാണുന്നത് കസബ് സീപോർട്ടാണ്. വേറൊരു സൈഡിൽ മൗണ്ടൈൻ കാണാം. ആ കസബ് സീപോർട്ടിൻ്റെ ബോട്ടൊക്കെ അടുപ്പിക്കുന്ന, കപ്പലൊക്കെ അടുപ്പിച്ചിട്ടേക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇതും അപ്പുറത്തെ പോലെ തന്നെ ഒരു കിങ് സൈസ് ബെഡൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നും വെളിയിൽ നോക്കുമ്പോഴത്തേനും നമ്മൾ കാണുന്ന സെയിം വ്യൂ ആണ്, കസബ് പോർട്ടും അതുപോലെ തന്നെ മൗണ്ടൈനും. അൽഹംറ ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സൂപ്പർവൈസറായ ഷബീർ ഭായിയുടെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ മുസണ്ടത്തിൽ വരുന്നവർക്ക് ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ചെയ്യണമെങ്കിൽ ഷബീർ ഭായിയെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളങ്ങനെ ബോട്ട് യാത്രയ്ക്ക് തയ്യാറായി ഇവിടെ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. എല്ലാവരും നടന്ന് പതിയെ വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതിവിടെ ഫിഷ് മാർക്കറ്റിനോട് ചേർന്നാണ് ഇവിടെ ബോട്ട് കയറാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളത് കേട്ടോ. എല്ലാവരും പതിയെ നടന്ന് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ട്. രാവിലെ ഏകദേശം 9:45 കൂടിയാണ് ഇവിടുത്തെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു 9:15 കൂടിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയത്ത് ബോട്ടിൽ കയറാം. നമ്മൾ ഹാഫ് ഡേ ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ബോട്ടിൽ കയറിയതിന് ശേഷം കാണാം. നമ്മളിങ്ങനെ ആദ്യത്തെ ബോട്ടിൽ കയറി ഈ ഇങ്ങനെ 3-4 ബോട്ട് ചാടി കടന്ന് വേണം നമുക്ക് നമ്മുടെ ബോട്ടയിലോട്ട് എത്താൻ. അവിടെ രാജീവ് ഭായി ആണ് ഫ്രണ്ട് എഡുവിൻ്റെ ഒക്കെ കൈ പിടിച്ച് അപ്പുറത്തെ ബോട്ടിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മേളിലോട്ട് ഡക്കുള്ളതാണോ? അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ബോട്ട്. ഇവിടെ നമ്മൾ ഉച്ച വരെയുള്ള ഒരു ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ബേസിക് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ട്രാവലേഴ്സ് ഇനിയും വരാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്താ പറയുക, ഇത് ചെറിയൊരു വാഷ്റൂമാണ് ബോട്ടിൻ്റെ. നമുക്ക് അത്യാവശ്യം ഒന്ന് മൂത്രം ഒഴിക്കാനൊക്കെ ഉള്ള ഒരു വാഷ്റൂം സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്യാപ്റ്റൻ ഏരിയ. ഇതിൻ്റെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടല്ലേ. പിള്ളേർ പതിയെ മേളിലോട്ട് കയറി പോവാണ്. നമ്മളെന്തായാലും താഴെയാണ് ഇരിക്കുന്നത്. താഴെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോൾഫിനെയൊക്കെ കൃത്യമായി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഗുഡ് മോർണിംഗ്. Sulaiman Ali Fouta. Sulaiman Ali Fouta. In the captain? No, Captain Mubin. Mubin, huh? Yeah. Okay. I'm guide also, but today this guy was here. ഓക്കെ താങ്ക് യു. അത്യാവശ്യം നല്ല വൃത്തിയും മനയൊക്കെ ഉള്ള ഒരു ബോട്ടാണിത്. നല്ല സ്പേഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 15-20 ആൾക്കാർ ഇപ്പം നമ്മുടെ കൂടെ ഈ ബോട്ടിൽ വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പം സുലൈമാൻ നമ്മുടെ ഗൈഡാണ്. സുലൈമാൻ നമുക്ക് നമ്മുടെ ഈ യാത്രയെ പറ്റിയുള്ള ചെറിയൊരു വിവരണം നമുക്ക് തരും. Now starting from here, this is Musandam Plain. It means Arabic say Muhawadat Musandam. But in English, Musandam Plain. Musandam Plain have 4 cities. One city, Kasab, big one. Okay. This is now you inside the capital of Musandam. The capital of Musandam is Kasab. Kasab, yeah. After Bukha and Midha and Diba. Okay. Midha with Warfakan. With Fujairah, Warfakan. Okay. Diba with the side Diba. You know Diba? Diba, yeah. It's a part of Sharjah. Yes, the part of Sharjah. Yeah. And Bukha, where the near border with the UAE, that side Bukha. Where we came from UAE. Bukha, yeah. From UAE. Okay? You understand Kasab, I say big capital inside this place. And they have all directors, the office for the head ministry. Okay. Omanis are living here mainly. Oh yes, mainly Omani, yes. But worker from outside, like from Bangladesh and from Pakistan and also from Indian people. Indian people are there. Omanis, local people, what is their job? Inside this place, all this place, have 2 types of the people. Have farmer, okay, and fisherman. Okay. Two. Okay. Local ladies usually what they are doing? Handicraft. Handicraft, like making from rope, making rope from hair goats, and making like a cloth also, and dressing. Okay, for women's dressing. I mean pantaloon like that, but local mean. Okay, for local dress. Yes, some designing, making also. Okay. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മുടെ ബോട്ടയിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് നമുക്കാണ് കേട്ടോ. നമ്മൾ ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത്, മേളിലോട്ട് പോയില്ല. എമിക്കുട്ടി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ആപ്പിൾ എന്ത്? ആപ്പിള് ആപ്പിൾ എവിടെ പോയി?
ഇനിയിപ്പോൾ നമ്മൾ ഈ പോകുന്ന ഈ ഏരിയയിൽ ഡോൾഫിൻസിനെ കാണാൻ സാധ്യതയുള്ള ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഡോൾഫിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തുകെട്ടി കിടക്കുവാണ്. 1-2 തവണ നമുക്ക് ഡോൾഫിൻ്റെ ദർശനം കിട്ടി. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. അവിടെ 2 എണ്ണം പൊങ്ങി ചാടുന്നുണ്ട് അങ്ങ്. അങ്ങ് അവിടെ ആ ബോട്ടിൻ്റെ പുറകിൽ പൊങ്ങി ചാടുന്നത് നമുക്ക് കാണാം. അവിടെ ബോട്ടിൻ്റെ പുറകിൽ പൊങ്ങി ചാടുന്നുണ്ട്. അവിടെ പൊങ്ങി ചാടുന്നുണ്ട്. ആ വൈറ്റ് ബോട്ടുകൾ 2 എണ്ണം വരുന്നതിൻ്റെ നടുക്കായിട്ട് ഡോൾഫിൻസ് പൊങ്ങി ചാടുന്നത് നമുക്ക് കാണാം. ആ കോർണറിലുണ്ട് എഫറിനെ. അവിടെ ഉണ്ടായിരുന്നു. നിനക്ക് ആണ്ടേ അവിടെ നോക്ക്. ഈ കടൽ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ രാജീവ് ഭായിയെയും ബാദുഷയെയും പരിചയപ്പെടുത്താം. എന്റെ കൂടെ നിൽക്കുന്ന ഈ കോട്ടിട്ട ആളാണ് രാജീവ് ഭായി. രാജീവ് ഭായിയുടെ കൂടെ ഉള്ളത് ബാദുഷ. ഇവര് രണ്ടുപേരും കൂടെ ഈ മുസണ്ടത്തിൽ ഒരു ടൂർ കമ്പനി നടത്തുന്നുണ്ട്. കമ്പനിയുടെ പേരാണ് അൽതൈഫ് ടൂർസ്. ഞാൻ ഈ മുസണ്ടം ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ രാജീവ് ഭായിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എനിക്ക് മുസണ്ടം ട്രിപ്പിന് വേണ്ട എല്ലാവിധ ഗൈഡൻസും തന്നത് രാജീവ് ഭായിയാണ്. ഇവരുടെ കമ്പനിയായ അൽതൈഫ് ടൂർസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഒരു മുസണ്ടത്തിലെ പ്രധാന പരിപാടിയായ ബോട്ട് ബുക്കിങ്ങും ബോട്ട് ക്രൂസിംഗും ഒക്കെ ഇവരുടെ ഒരു പ്രധാന പരിപാടിയാണ്. അത് കൂടാണ്ട് ബനാന ബോട്ടിങ്, കയാക്കിങ് മുതലായ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ദുബായിൽ നിന്നും ആൾക്കാരെ പാക്കേജായി കൊണ്ടുവന്ന് മുസണ്ടത്തിലെ എല്ലാവിധ ആക്ടിവിറ്റീസിലും പങ്കെടുപ്പിച്ച് തിരിച്ച് ദുബായിൽ കൊണ്ടിറക്കുന്ന ഒരു പ്രോഗ്രാമും ഇവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ബോട്ടിൽ തന്നെ ഓവർനൈറ്റ് സ്റ്റേയും ക്യാമ്പിങ്ങും ഫിഷിങ്ങും കൂടാതെ ഫാം ഹൗസ് സ്റ്റേയും ഒക്കെ ഇവർ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഈ 2 ദിവസമായിട്ട് രാജീവ് ഭായി എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നുണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുകയും വേണ്ട സംശയങ്ങളെല്ലാം തീർത്തു തരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മുസണ്ടത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി രാജീവ് ഭായിയെ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇവിടെ വേണ്ട എല്ലാവിധ സപ്പോർട്ടും രാജീവ് ഭായിയും ടീമും തരുന്നതായിരിക്കും. രാജീവ് ഭായിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അങ്ങ് ദൂരെ മലയിടുക്കിൽ കുറച്ച് വീടുകൾ കണ്ടോ? ഇതുപോലെ 5-6 വീടുകളുള്ള ചെറിയ ചെറിയ വില്ലേജുകൾ നമുക്ക് ഈ യാത്രയിൽ കാണുവാൻ സാധിക്കും. ഈ കടലിൽ പോയി മീനൊക്കെ പിടിച്ച് ജീവിക്കുന്ന ലോക്കൽസിന്റെ വീടുകളാണത്. ഇവർക്ക് ഈ വീട്ടിലോട്ട് വേണ്ട ഇലക്ട്രിസിറ്റിയും വെള്ളത്തിനും ഒക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ റോഡ് മാർഗം ഈ വീടുകളിലോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റുകയില്ല. നമ്മൾ ഇന്നലെ കോർനജിൽ കണ്ട ആ ഒരു വില്ലേജിലേക്ക് മാത്രമേ റോഡ് മാർഗം ചെല്ലാനുള്ള ഒരു വഴിയുള്ളൂ. ബാക്കിയുള്ള ഇതുപോലത്തെ വില്ലേജുകളിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കൂടി മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള വില്ലേജുകളിൽ താമസിക്കുന്നവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബേസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ കാണുന്ന മലയാണ് ടെലിഗ്രാഫ് ഐലൻഡ്. പണ്ട് ടെലിഗ്രാഫ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ടെലിഗ്രാഫ് കേബിളിന്റെ റിപ്പീറ്റർ സ്റ്റേഷനുകൾ ഈ മലയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ മലയ്ക്ക് ടെലിഗ്രാഫ് ഐലൻഡ് എന്നൊരു പേര് കിട്ടിയത്. ഇങ്ങനെ ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് 1 മണിക്കൂർ സമയം വെള്ളത്തിൽ നീന്തി കളിക്കുന്നതിനും സ്നോർക്കലിംഗ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഒരു ബോട്ട് നിർത്തിയിടാറുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന സഞ്ചാരികളൊക്കെ വെള്ളത്തിൽ നീന്തി കളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നാൽ എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയുള്ള പരിപാടികൾക്കൊന്നും നിന്നില്ല. പക്ഷെ നമ്മുടെ ക്യാമറയൊന്ന് വെള്ളത്തിൽ മുക്കി നോക്കിയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് വെള്ളത്തിനടിയിൽ നിന്നും നമുക്ക് കിട്ടിയത്. നമ്മളിത് ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് കരയ്ക്ക് എത്തിയിരിക്കുകയാണ്.
കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി കരയ്ക്ക് കയറിയിട്ട് അടുത്ത പരിപാടികൾക്ക് പോകാം. നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നല്ല കുത്തനെയുള്ള കയറ്റം കയറിയാണ് നമ്മൾ ഇവിടം വരെ വന്നത് കേട്ടോ. ഇവിടുന്ന് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൻ്റെ ഇവിടം വരെയാണ് വന്നേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിഞ്ഞി ഓഫ് റോഡാണ്, മേളിലോട്ട് ഓഫ് റോഡാണ്. ഇന്നലെ നമ്മൾ പോയ പോലെ തന്നെയുള്ള ഓഫ് റോഡാണ്. നമ്മുടെ വണ്ടി ഇനി കയറത്തില്ല. നമ്മുടെ വണ്ടി ഇതേ ഇവിടം വരെ വന്ന് നിൽപ്പുണ്ട്. ഇനിയിപ്പം നമ്മൾ പതിയെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയേക്കുവാണ്. ഈ ഒരു ഡ്രൈവ് ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ മനോഹരമായ ഒരു ഡ്രൈവ് ആയിരുന്നു ഇത്. ഇവിടെ വേണ്ട ഈ താഴെ കണ്ടോ, ഇവിടം വരെയാണ് ടാർ റോഡ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടെ താഴെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേളിലോട്ട് 4 വീൽ വണ്ടിയൊക്കെ മേളിലോട്ട് പോകുന്നുണ്ടാവും. അങ്ങ് താഴെ നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയണ്ട സ്റ്റണ്ണിങ് വ്യൂ ആണ്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇത് ക്യാമറയിൽ കാണുന്ന പോലെയൊന്നും അല്ല. ഡിഫറൻറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മളിവിടം വരെ എത്തിയപ്പം ശരിക്കും എന്താ പറയുക, മൈൻഡ് ബ്ലോയിങ് വ്യൂ ആണെങ്കിൽ നമുക്ക് ഒരു പേടി ഉണ്ടാകുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കിയേ, ബോട്ടൊക്കെ അങ്ങ് ദൂരെ കാണാം. വളരെ രസമാണ്. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിച്ച് കയറി വരേണ്ട ഒരു സ്ഥലമാണിത്. താഴേന്ന് ഉറുമ്പ് പോലെ വാഹനങ്ങൾ പോകുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മൾ അങ്ങനെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം പതിയെ താഴേക്ക് ഇറങ്ങുകയാണ്. താറിട്ട റോഡാണെങ്കിലും നല്ല കുത്തനെയുള്ള ഇറക്കവും അതുപോലെ തന്നെ നല്ല വളവുകളും ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് പതിയെ ഇറങ്ങി വരുന്നത്. താഴേക്ക് അങ്ങ് നോക്കുമ്പോഴത്തേനും അങ്ങ് ദൂരെ കടലും കടലിനകത്തൂടെ ഇങ്ങനെ ബോട്ടൊക്കെ ഒഴുകി നടക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിക്ക് ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളപ്പോൾ സിപ്പ് ലൈൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനേക്കാളും മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറി പോരുന്ന വഴിക്ക് വേറെ വലിയ വണ്ടികളൊന്നും വന്ന് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ഇതിൻ്റെ മേള് വരെ എത്തി. ശരിക്കും ഈ ഒരു റൂട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പം വളരെ എക്സ്ട്രാ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മൗണ്ടൻ ശരിക്കും സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിതിൻ്റെ മേളിൽ ചെന്നപ്പം ഇവിടെ 2+200 എന്നൊരു ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മലയുടെ ഉയരം അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മല ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ മുസണ്ടത്തിലെ ഫുഡിനെ പറ്റി പറയാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെല്ലാം കടലിൽ നിന്നും മീൻ പിടിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ധാരാളം ഫ്രഷ് മീനുകളും ഞണ്ടുകളും ഒക്കെ ലഭ്യമാണ്. അതുപോലെ ഇവിടെ ധാരാളം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇവിടെ വരുന്നവരെല്ലാം ഇവിടുത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളിൽ പോയി ഇവിടുത്തെ സീ ഫുഡുകൾ ആസ്വദിക്കണം. സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സീ ഫുഡുകൾ ഇച്ചിരി ചിലവ് കുറച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി ചെയ്തതുപോലെ ഇവിടെ ഏതെങ്കിലും ഒരു ഫിഷ് കടയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മീനോ ഞണ്ടോ ഒക്കെ വാങ്ങി ഏതെങ്കിലും സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് അത് ഗ്രില്ല് ചെയ്ത് തരും. നമ്മൾ ഇന്നലെ വൈകിട്ട് മീൻ ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരുവാണ് ചെയ്തത്. ആ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ ഷഫീർ ഭായുടെ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്ത് അവിടെ കൊണ്ട് നിങ്ങൾക്ക് മീൻ മേടിച്ച് കൊടുത്താൽ അവർ നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് തരും. നമ്മൾ അങ്ങനെ മല ഇറങ്ങി താഴെ എത്തി. ഇപ്പോൾ നമ്മൾ ഇന്നലെ മുസണ്ടത്തിലോട്ട് വന്ന ആ ഒരു സെയിം റോഡിൽ എത്തിയിരിക്കുകയാണ്. സൺസെറ്റ് സമയമായി. നമുക്ക് പതിയെ സൺസെറ്റ് ആസ്വദിച്ച് അങ്ങ് പോകാം. ശരിക്കും ഈ വഴിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു ഡ്രൈവാണ് ഈ വഴിക്ക് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യോദയം കാണാൻ പറ്റിയില്ല. എങ്കിലും ഇന്ന് വൈകുന്നേരം നമുക്ക് സൂര്യാസ്തമയമൊക്കെ ആസ്വദിച്ച് പതിയെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് താന്നു വരുന്നത് നോക്കിയേ, എന്തൊരു സൗന്ദര്യമാണ് അതിന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊളുക്കുമലയിൽ പോയപ്പം സൂര്യോദയത്തിൻ്റെ ആ ഒരു മാസ്മരികത ആസ്വദിച്ചായിരുന്നു. ഇപ്പോൾ നമുക്ക് സൂര്യാസ്തമയവും കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി.
ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.